നോക്കൂ, അടുത്തതായിട്ട് പൊട്ടൻഷ്യൽ വിയും അതുപോലെ ഇലക്ട്രിക് ഫീൽഡ് ഇയും ഡിസ്റ്റൻസിനനുസരിച്ച് എങ്ങനെ വേരി ചെയ്യുന്നു എന്ന് നമുക്ക് ഗ്രാഫിക്കലായി ഒന്ന് നോക്കാം. നിങ്ങൾക്കറിയാം ഇലക്ട്രിക് ഫീൽഡിന്റെ ഫോർമുല എന്താണ്? 1/4πε0 Q/r². ഡിസ്റ്റൻസിന്റെ സ്ക്വയറിനാണ് അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. എന്നാൽ പൊട്ടൻഷ്യലിന്റെ ഫോർമുല നമ്മൾ പഠിച്ചു 1/r ആണ്. അപ്പോൾ രണ്ടും നമ്മൾ ഡിസ്റ്റൻസിന് എഗെയിൻസ്റ്റ് ആയിട്ട് പ്ലോട്ട് ചെയ്യുമ്പോൾ ഇവിടെ വിയും ഇയും ഉണ്ട്, ഇത് ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഈ 1/r² ആണ്. എന്ന് വെച്ചാൽ അത് ഡിക്രീസ് ചെയ്യും. ഡിസ്റ്റൻസ് കൂടുമ്പോൾ എന്ത് പറ്റും? ഡിസ്റ്റൻസ് കൂടുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഡിക്രീസ് ചെയ്യും. ഡിസ്റ്റൻസ് കൂടുമ്പോൾ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ശരിയല്ലേ? കാര്യം അത് പിന്നെ ഡിനോമിനേറ്ററിലാണ് വന്നിരിക്കുന്നത്. രണ്ടും ഡിക്രീസ് ചെയ്യും. എന്നാൽ കൂടുതൽ ഫാസ്റ്റായി ഡിക്രീസ് ചെയ്യുന്ന ആരാണ്? ഫീൽഡ് ആണോ പൊട്ടൻഷ്യൽ ആണോ? അത് ഫീൽഡ് തന്നെയാണ്. കാര്യം r² ആണ്. കണ്ടോ, വളരെ ഫാസ്റ്റ് ആയിട്ട് ഡിക്രീസ് ചെയ്യുന്നതാണ്. 1/r²ന്റെ ഗ്രാഫ് ഇങ്ങനെയാണ്, വളരെ ഫാസ്റ്റ് ആയാണ്. കണ്ടോ ഇലക്ട്രിക് ഫീൽഡ്, കണ്ടോ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെയാണ്, അത് വളരെ ഫാസ്റ്റ് ആയി ഡിക്രീസ് ചെയ്യുകയാണ്. പക്ഷേ പൊട്ടൻഷ്യൽ അങ്ങനെയല്ല, അത് ഡിക്രീസ് ചെയ്യുന്നു. പക്ഷേ ഇലക്ട്രിക് ഫീൽഡുമായി കമ്പയർ ചെയ്യുമ്പോൾ 1/r ഡിപ്പെൻഡൻസ് ആയതുകൊണ്ട് ഇങ്ങനെയാണ്. അപ്പൊ ഈ ഗ്രാഫ് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പൊ അതേ നോക്കൂ, സിൻസ് ഇ പ്രൊപ്പോർഷണൽ ടു 1/r², ഇറ്റ് ഡിക്രീസസ് സഡൻലി വിത്ത് ഡിസ്റ്റൻസ്. വളരെ പെട്ടെന്ന് ഡിസ്റ്റൻസിനനുസരിച്ച് എന്ത് ചെയ്യുന്നു? ഈ ഡിക്രീസ് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ ഇതാണ് അത്, ആ വേരിയേഷൻ. അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു എന്താണ് പ്ലോട്ടാണ്, ഒരു ഗ്രാഫാണ് ഇത്. ഇയും അതുപോലെ വിയും ആറും തമ്മിലുള്ള ഡിപ്പെൻഡൻസ് ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും ഒന്ന് അറിഞ്ഞിരിക്കുക, നിങ്ങളുടെ നോട്ടിലേക്ക് എഴുതുക. ഇനി നമുക്ക് ഒരു ഇലക്ട്രിക് ഡൈപോൾ കാരണം ഒരു പോയിന്റിലെ പൊട്ടൻഷ്യൽ എത്രയാണ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. നമ്മൾ ഓരോ ചാർജ്, ഇപ്പോ ഡൈപോള് ഒരു പോയിന്റ് ചാർജ് കാരണം ആ ചാർജിൽ നിന്ന് നിശ്ചിത ദൂരം അകലെയുള്ള ഒരു പോയിന്റില് എത്രയാണ് പൊട്ടൻഷ്യൽ, അതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഇലക്ട്രിക് ഡൈപോള് കാരണം ഒരു പോയിന്റിലെ പൊട്ടൻഷ്യൽ എത്രയാണ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ അതിന് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? വായിക്കുകയാണ്, ശ്രദ്ധിക്കുക. കൺസിഡർ ആൻ ഇലക്ട്രിക് ഡൈപോൾ ഹാവിംഗ് എ ഡൈപോൾ മൊമെന്റ് P ഈക്വൽ ടു Q × 2a. നിങ്ങൾക്കറിയാം രണ്ട് ചാർജുകൾ, കണ്ടോ നെഗറ്റീവ് ചാർജ്, പോസിറ്റീവ് ചാർജ്, രണ്ടും തമ്മിൽ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഡിസ്റ്റൻസ് ആണ് 2a. ഇതാണ് നമ്മുടെ ഡൈപോൾ. ആ ഡൈപോളിന് ഒരു ഡൈപോൾ മൊമെന്റ് ഉണ്ട്, ശരിയല്ലേ? ആ ഡൈപോൾ മൊമെന്റിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. വൺ ഓഫ് ദ ചാർജസ്, മാഗ്നിറ്റ്യൂഡ് വൺ ഓഫ് ദ ചാർജസ് Q ഇൻറ്റു സെപ്പറേഷൻ ബിറ്റ്വീൻ ദ ചാർജസ് 2a. അതൊരു വെക്ടർ ആണ് p∩. ഡയറക്ഷൻ ഏതാണ്? -q to +q ആണ് ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ. നമുക്ക് ജനറലായ ഒരു പോയിന്റിലെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കണ്ടുപിടിച്ചു നോക്കാം. എന്ന് വെച്ചാൽ ഈ ഡൈപോളിൽ നിന്ന് തീറ്റ ആംഗിൾ ഇൻക്ലൈൻ ചെയ്ത് r ഡിസ്റ്റൻസ് അകലെ കിടക്കുന്ന ഒരു പോയിന്റ് ഇതാ ഇവിടെ. ഡൈപോളിന്റെ മിഡ് പോയിന്റിൽ നിന്ന്, എല്ലാം ഡൈപോളിന്റെ മിഡ് പോയിന്റിൽ നിന്നാണ് മെഷർ ചെയ്യുന്നത് നമ്മൾ പ്രത്യേകം പറഞ്ഞു. അപ്പൊ ഡൈപോളിന്റെ മിഡ് പോയിന്റിൽ നിന്ന് r ഡിസ്റ്റൻസ് അകലെ കിടക്കുന്ന ഒരു പോയിന്റ് ആണ്. ഇപ്പൊ r ഡിസ്റ്റൻസ് ഇവിടെ വന്നാലോ അത് ഇക്വറ്റോറിയൽ പോയിന്റ് ആണ്, അത് ഇവിടെ വന്നാലോ ആക്സിയൽ പോയിന്റ് ആണ്. എന്നാൽ ജനറലി ഒരു തീറ്റ ആംഗിളിൽ ഇൻക്ലൈൻ ചെയ്ത് കിടക്കുന്ന ഒരു പോയിന്റ് ആണ് P. ആ പോയിന്റിലെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അത് ജനറൽ പോയിന്റ് ആണ്. അത് ഇലക്ട്രിക് ഫീൽഡിനും ഇങ്ങനെ ഉണ്ട്, പക്ഷെ നമ്മൾ സിംപ്ലി ആക്സിയലിലും ഇക്വറ്റോറിയലിലുമാണ് കണ്ടുപിടിച്ചത്. ജനറൽ പോയിന്റിന്റെ കാര്യം അവിടെ നമ്മൾ പറഞ്ഞില്ല, അത് നമ്മുടെ സ്കോപ്പിൽ നിന്ന് അപ്പുറത്താണ്. അതുകൊണ്ടാണ്. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഈ ഡൈപോളിന്റെ, ഇതാണ് ഡൈപോള്, ഡൈപോളിന്റെ മിഡ് പോയിന്റിൽ നിന്ന് r ഡിസ്റ്റൻസ് അകലെയുള്ള ജനറൽ പോയിന്റ് ആയ P തീറ്റ ഇൻക്ലൈൻ ചെയ്തിരിക്കുകയാണ്. ഡൈപോൾ ആക്സിസിൽ നിന്നും ആ പോയിന്റിലെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ അതാ കണ്ടോ, കൺസിഡർ ആൻ ഇലക്ട്രിക് ഡൈപോൾ ഹാവിംഗ് എ ഡൈപോൾ മൊമെന്റ് P is equal to Q × 2a p∩. We have to find the electric potential at a point P distant r from the midpoint of the dipole. ഡൈപോളിന്റെ മിഡ് പോയിന്റിൽ നിന്നും r ഡിസ്റ്റൻസ് അകലെയുള്ള പോയിന്റ് ആണ്. അപ്പൊ ഇത്രയും എന്ത് ചെയ്യുക? നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഇനി ശ്രദ്ധിക്കുക, ഇവിടെ ഇതാണ് -q, ഇതാണ് +q. നിങ്ങൾക്കറിയാം ഈ പൊട്ടൻഷ്യൽ ഒരു സ്കെയിലാർ ആണ്. ഈ പോയിന്റിൽ -q കാരണമുള്ള പൊട്ടൻഷ്യലും ഉണ്ട്, +q കാരണമുള്ള പൊട്ടൻഷ്യലും ഉണ്ട്. ആ പൊട്ടൻഷ്യലിനെ രണ്ടിനെയും നമ്മൾ വെറുതെ കൂട്ടുക, കാര്യം സ്കെയിലർ ആണ്. അങ്ങനെ കൂട്ടുമ്പോൾ
നമുക്ക് എന്ത് കിട്ടും? ഈ പോയിന്റിൽ ഈ ഡൈപോൾ കാരണമുള്ള പൊട്ടൻഷ്യൽ കിട്ടും. കാര്യം ഡൈപോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് ക്യൂവും പ്ലസ് ക്യൂവും ഉണ്ട്. അപ്പോ ഇവ രണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ പൊട്ടൻഷ്യൽ, ഇവ രണ്ടും കാരണമുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്, പൊട്ടൻഷ്യലുകൾ ഇവിടെ ഉണ്ട്. രണ്ടിന്റെയും സം ആയിരിക്കും ഇവിടത്തെ ടോട്ടൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്നത്. ഓക്കെ, ഇനി നമ്മൾ കുറച്ച് കാര്യം പറയാൻ പോവുകയാണ്. ഈ പ്ലസ് ക്യൂ ചാർജിൽ നിന്ന് ഈ പോയിന്റ് പി വരെയുള്ള ദൂരമാണ് നമ്മൾ വിളിക്കുന്നു R1 പ്ലസ് ക്യൂ ടു പി. ഇനി മൈനസ് ക്യൂ ടു പി നമ്മൾ വിളിക്കുന്നു R2. ഓക്കെ, അപ്പോൾ ഡിസ്റ്റൻസ് നമ്മുടെ O എന്ന മിഡ് പോയിന്റിൽ നിന്നും പി വരെയുള്ള ദൂരമാണ് R. എന്നാൽ പ്ലസ് ക്യൂവിൽ നിന്ന് പി വരെയുള്ള ദൂരം R1ഉം മൈനസ് ക്യൂവിൽ നിന്ന് പി വരെയുള്ള ദൂരം R2ഉം ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. ഈ ഫിഗർ നിങ്ങൾ വരയ്ക്കുക. ഇതിന്റെ കൂടുതൽ എക്സ്പ്ലനേഷൻ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത വീഡിയോയിൽ നോക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും എഴുതുക. ഇതെല്ലാം വരയ്ക്കണം കേട്ടോ, എല്ലാം വരയ്ക്കണം. ഈ ഫിഗർ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാം. ദേ ആദ്യം നോക്കുന്നു, പി എന്ന പോയിന്റിൽ പ്ലസ് ക്യൂ കാരണമുള്ള പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ എന്താണ്? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് പി ഡ്യൂ ടു ദ പ്ലസ് ക്യൂ ചാർജ്. അതിനെ വി പ്ലസ് എന്ന് നമ്മൾ വിളിക്കുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4πε0 ചാർജ് പ്ലസ് ക്യൂ ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് R1. സംശയമൊന്നുമില്ലല്ലോ, ഒരു പോയിന്റ് ചാർജ് കാരണമുള്ള പൊട്ടൻഷ്യലിന്റെ ഇക്വേഷനാണ്. ഇനി ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് പി ഡ്യൂ ടു ദ മൈനസ് ക്യൂ ചാർജ്, അതിനെ നമ്മൾ വി മൈനസ് എന്ന് വിളിക്കുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? ഈ മൈനസ് ക്യൂ ചാർജ് കാരണമുള്ള പൊട്ടൻഷ്യൽ 1/4πε0 ഇൻറ്റു ചാർജ് മൈനസ് ക്യൂ ഡിവൈഡഡ് ബൈ എന്താണ്? R2 ഡിസ്റ്റൻസ്. വി മൈനസ് ഈക്വൽ ടു 1/4πε0 മൈനസ് ക്യൂ ബൈ R2. ടോട്ടൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ വി പ്ലസും വി മൈനസും കൂട്ടുക. അപ്പൊ എത്ര കിട്ടും? 1/4πε0 ക്യൂ ബൈ R1 പ്ലസ് മൈനസ്, കണ്ടോ ആ മൈനസ് എന്ത് ചെയ്യും? ഇവിടെ നമുക്ക് നേരിട്ട് എഴുതാം ഈ മൈനസ്. അപ്പൊ 1/4πε0 ഇൻറ്റു ക്യൂ ബൈ R1 മൈനസ് 1/4πε0 ക്യൂ ബൈ R2. ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ എന്ത് ചെയ്യാം? 1/4πε0 ക്യൂ കോമൺ എടുക്കാം, എന്നിട്ട് 1/R1 മൈനസ് 1/R2 ഇങ്ങനെ എഴുതാം. ഇതും വേണമെങ്കിൽ ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. ഇതിന് പകരം ഇതിന് കൊടുക്കുക, ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, അപ്പോ എന്ത് ചെയ്യുക? ഇതുവരെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്. ഇനി നമ്മൾ നോക്കിയേ, ഈ ഇക്വേഷൻ നമ്മൾ ഒന്ന് മോഡിഫൈ ചെയ്യാൻ പോവുകയാണ്. അതായത് നമുക്കുള്ള പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ്? നമ്മുടെ മൈനസ് ക്യൂ ചാർജ് പ്ലസ് ക്യൂ ചാർജ് എന്ന ഡൈപോളിന്റെ എല്ലാ മെഷർമെന്റ്സും അതിന്റെ മിഡ് പോയിന്റിൽ നിന്നാണ് എടുക്കുക. അപ്പോൾ മിഡ് പോയിന്റിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആയ R, അതായത് മിഡ് പോയിന്റിൽ നിന്നും R ഡിസ്റ്റൻസ് അകലെയാണ് നമ്മുടെ ഈ പോയിന്റ് ഇരിക്കുക, ജനറൽ പോയിന്റ്. തീറ്റ എന്ന ആംഗിളിലാണ് എന്ത് ഇരിക്കുന്നത്? അത് ഇൻക്ലൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഫൈനൽ ഇക്വേഷനിൽ ഈ R, തീറ്റ മുതലായ കാര്യങ്ങളാണ് വരേണ്ടത്. കാര്യം അതാണ് ഡൈപോളിന്റെ പാരാമീറ്റേഴ്സ്. എല്ലാ മെഷർമെന്റ്സും അവിടെ നിന്നാണ് തുടങ്ങുക. ഡൈപോളിന്റെ മിഡ് പോയിന്റിൽ നിന്ന് മെഷർ ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ് R. അപ്പൊ ഈ R1 എന്നതിനെയും R2 എന്നതിനെയും നമുക്ക് എന്ത് ചെയ്യണം? ഒന്ന് റെഡ്യൂസ് ചെയ്ത് ജനറലായ ഒരു എക്സ്പ്രഷനിലേക്ക് നമുക്ക് എത്തണം. മനസ്സിലായോ? അങ്ങനെയെങ്കിൽ നമുക്ക് R1നെ ഒന്ന് മാറ്റി നോക്കാം. ദേ ഇവിടെ ഇതാ ഈ ഡിസ്റ്റൻസ് ആണ് R1. ഇത് കണ്ടോ, ഇതാണ് R. എങ്കിൽ ദാ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നിങ്ങൾ ഒരു പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ദാ ഈ പോയിന്റിൽ നിന്ന് അങ്ങോട്ട് ഒരു പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്യുന്നു. അപ്പൊ ഈ ആംഗിൾ 90 ഡിഗ്രി, ഈ ആംഗിൾ 90 ഡിഗ്രി. അതുപോലെ തന്നെ R2നെ എന്ത് ചെയ്യാം? നമുക്ക് മാറ്റണം. R1നെ മാറ്റുന്ന പോലെ R2നെ മാറ്റണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ദാ ഈ R ൽ നിന്ന് ഇങ്ങോട്ട് ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യുക. ദാ ഈ മൈനസ് ക്യൂ ചാർജിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്യുക. അപ്പൊ ഈ ആംഗിൾ 90 ഡിഗ്രി അല്ലേ? സംശയം ഇല്ലല്ലോ. അപ്പൊ മൈനസ് ക്യൂവിൽ നിന്ന് പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്ത് ഈ ലൈനിൽ മുട്ടിക്കുക. അതാണ് ഇത്. ഇവിടെ പ്ലസ് ക്യൂവിൽ നിന്ന് പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്ത് അങ്ങോട്ട് എന്ത് ചെയ്യുക? പിന്നെ ടച്ച് ചെയ്യുക ഇവിടെ. അപ്പൊ ഈ ഫിഗറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ഈ R1 എന്ന ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ദാ ഈ R എന്ന ടോട്ടൽ ഡിസ്റ്റൻസിൽ നിന്ന് ദാ ഇത്രയും ഭാഗം ഒന്ന് കുറച്ചാൽ ഈ R1 കിട്ടില്ലേ? എന്ന് വെച്ചാൽ ഇതിപ്പോ പിന്നെ ചെറുതാണ്, ഇത് വലുതാണ്. അപ്പോ ഈ പിന്നെ R എന്നുള്ള വലിയ ഡിസ്റ്റൻസിൽ നിന്നും
ഈ R1 എന്തുമാത്രം ചെറുതാണ്, അല്ലെങ്കിൽ എത്രമാത്രം ചെറുതാണെന്ന് എങ്ങനെ മനസ്സിലാക്കാം? ഇപ്പോ ഇത് ചെറുത്, ഇത് വലുത്, എന്നാൽ എത്രമാത്രം എത്ര കൂടുതലാണ് R1 എത്ര കൂടുതലാണ് R എന്ന് ഇതുപോലെയുള്ള സിറ്റുവേഷൻസിൽ കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇങ്ങനെ ഇരിക്കുകയാണ് ഈ ഒരു സൈഡ്, ഇതൊരു ട്രയാങ്കിൾ ആണെന്ന് വിചാരിക്കുക. ഈ ഒരു സൈഡ്, ഈ ഒരു സൈഡ്, ഇതിൽ വലിയ സൈഡ് ഏതാണ്? ഈ രണ്ട് സൈഡ് നോക്കുമ്പോൾ ഇത് പിന്നെ ഇതാണ് വലിയ സൈഡ്, ഇത് ചെറിയ സൈഡ്, ഈ രണ്ട് സൈഡ് നോക്കുമ്പോൾ. അപ്പോൾ ഈ സൈഡിനേക്കാൾ എത്ര കൂടുതലാണ് ഈ സൈഡ് എന്നറിയണമെങ്കിൽ നിങ്ങൾ ഈ സൈഡിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്യുക. ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഇവിടെ ഒന്ന് ടച്ച് ചെയ്യില്ലേ? ടച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സൈഡും ഈ സൈഡും ഇപ്പൊ ഈക്വൽ ആണ്. ഇനി ഈ R എന്നത് R1 എത്ര കൂടുതലാണെന്ന് ചോദിച്ചാൽ ഇത്രയും കൂടുതലല്ലേ? R-ന്റെ കൂടെ ഈ R1 എന്ന ഈ ഡിസ്റ്റൻസിന്റെ കൂടെ ഇത്രയും കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് R കിട്ടി. അപ്പൊ R ആണ് കൂടുതൽ. എത്ര കൂടുതൽ? R1 എത്ര കൂടുതൽ? ഇത്രയും കൂടുതൽ. അപ്പൊ ഈ ഫിഗറിൽ നിന്ന് R1 എന്നത് നിങ്ങൾക്ക് ഈ ടോട്ടൽ ഡിസ്റ്റൻസ് ആയ R-ൽ നിന്ന് ഇത്രയും കുറയ്ക്കുമ്പോൾ കിട്ടില്ലേ? അപ്പൊ നമ്മൾ പറഞ്ഞെന്താണ്? ഈ ഡിസ്റ്റൻസ് ആയ R1-ഉം ഈ ഡിസ്റ്റൻസും സെയിം ആണ്. ഇങ്ങനെ പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്യുമ്പോൾ, ഒരിക്കൽ കൂടി പറയുന്നു, പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഈ ഡിസ്റ്റൻസും R1 എന്ന ഈ ഡിസ്റ്റൻസും സെയിം ആണ്. അപ്പൊ ഈ R1 എങ്ങനെ എഴുതാം? ഈ ടോട്ടൽ ഡിസ്റ്റൻസ് ആയ R ഇല്ലേ, അതിൽ നിന്ന് ഇത്രയും കുറച്ച് കഴിഞ്ഞാൽ ഇത്രയും ഡിസ്റ്റൻസ് കിട്ടില്ലേ? അതല്ലേ R1. അപ്പൊ R1 ഈക്വൽ ടു R മൈനസ് ഇത് O ആണ്, ഇത് പിന്നെ അപ്പൊ ഇത്രയും, ഇത് C ആണ് എന്ന് വിചാരിക്കുക, ഇത് D ആണ്, ഓക്കെ, ഇത് B ആണ്, ഇത് A ആണ്. എല്ലാത്തിനും നമ്മൾ ആ ലൊക്കേഷൻ ഓരോ പേര് കൊടുക്കുകയാണ്. A, B, ഇത് C, ഇത് D, ഇത് O. അപ്പോ ഈ ഫിഗറിൽ നിന്ന് മനസ്സിലാക്കാം ഈ R1 എന്നത് ഇതിന് തുല്യമാണ്. ഇതെന്ന് പറഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കാം? ഈ ടോട്ടൽ R-ൽ നിന്നും ഇത്രയും സാധനം കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കിട്ടി, ഇതല്ലേ R1. അപ്പൊ R1 ഈക്വൽ ടു ദിസ് ടോട്ടൽ ഡിസ്റ്റൻസ് R മൈനസ് OC. കണ്ടോ? R മൈനസ് OC. ഈ OC എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് ആണ്. ഈ ആംഗിളിൽ നിങ്ങൾ കോസ് തീറ്റ ഒന്ന് എടുത്തു നോക്കി. ഈ ട്രയാംഗിളിൽ, ഈ ആംഗിൾ അല്ല ട്രയാംഗിൾ, OCB എന്ന ട്രയാംഗിളിൽ നിന്നും കോസ് തീറ്റ എടുത്തു. കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പൊ ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ അഡ്ജസന്റ് സൈഡ് ഏതാണ്? OC ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എത്ര? ലോങ്സ്റ്റ് സൈഡ് A. അപ്പോ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എത്രയാണ്? അഡ്ജസന്റ് സൈഡ് OC ഡിവൈഡഡ് ബൈ A. അപ്പോ OC എങ്ങനെ എഴുതാം? A കോസ് തീറ്റ എന്ന് എഴുതിക്കൂടെ? അപ്പോ OCക്ക് പകരം A കോസ് തീറ്റ എന്ന് എഴുതുന്നു. അപ്പൊ ഈ OCക്ക് പകരം A കോസ് തീറ്റ കിട്ടി. അപ്പോ R1 എങ്ങനെ കണ്ടുപിടിക്കാം? ദിസ് ടോട്ടൽ R മൈനസ് ദിസ് OC, ദാറ്റ് ഈസ് R മൈനസ് A കോസ് തീറ്റ. OCക്ക് പകരം A കോസ് തീറ്റ കിട്ടി. കണ്ടോ? R മൈനസ് A കോസ് തീറ്റ. ഇതുപോലെ നോക്കിക്കേ, ഇതാണ് R. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് ഈ പാർട്ടാണ്. ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഈ ആംഗിളും തീറ്റ ആയിരിക്കും, ശരിയല്ലേ? നോക്ക്, ഇത് R2, ഇത്രയും R2, ഇത്രയും R. ഇതിൽ ആരാണ് കൂടുതൽ? R2 ആണ് കൂടുതൽ. അപ്പൊ ഈ R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറവാണ്. അപ്പൊ ഈ R-നോട് ഇത്രയും കൂട്ടിയാൽ നിങ്ങൾക്ക് R2 കിട്ടും. അതായത് ഇതുവരെ R ആണ്. നോക്ക്, എന്റെ വിരലുകളിരിക്കും, നോക്കൂ, ഇതാണ് R, ഇത്രയുമാണ് R2. അപ്പോ R ആണ് കുറവ്, R2 ആണ് കൂടുതൽ. ഈ R-നോട് എത്ര കൂട്ടിയാൽ ഈ R2 എത്തും എന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ ഇതുപോലൊരു പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്യുക, ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവാൻ ഇപ്പൊ ഈ രണ്ട് സൈഡിന് തുല്യമാണ്. ഞാൻ കൈ വെച്ചിരിക്കുന്നുണ്ടോ? ഇത് ഈ DP എന്ന ഈ ഡിസ്റ്റൻസും AP എന്ന ഈ ഡിസ്റ്റൻസും അത് R2 ആണ്. അത് രണ്ടും തുല്യമായി. അപ്പൊ ഈ R-നോട് എന്തോ കൂട്ടിയപ്പോ നിങ്ങൾക്ക് എന്ത് കിട്ടി? R2 കിട്ടി. എത്രയാണ് കൂട്ടിയത് അത് കണ്ടുപിടിക്കാൻ ഈ ട്രയാംഗിൾ കൺസിഡർ ചെയ്യണം. ഈ ആംഗിൾ തീറ്റ ആയതുകൊണ്ട് ഈ ആംഗിളും തീറ്റയാണ്. ഇവിടെയും നേരത്തെ പറഞ്ഞതുപോലെ കോസ് തീറ്റ എടുക്കുക. കോസ് തീറ്റ എടുക്കുമ്പോൾ എന്ത് കിട്ടും? അഡ്ജസന്റ് സൈഡ്, തീറ്റയോട് അടുത്ത് കിടക്കുന്ന അഡ്ജസന്റ് സൈഡ്, ഹൈപ്പോട്ടന്യൂസ് അല്ലാത്ത ഇതല്ലേ, ഏതാണ്? ദിസ് ഡിസ്റ്റൻസ്. അത് എത്രയാണ്? OD ആണ്, ശരിയല്ലേ? എന്ന് വെച്ചാൽ ഇവിടെ R2 എന്നത് എങ്ങനെ കിട്ടി? R പ്ലസ് ദിസ് ഡിസ്റ്റൻസ്. അത് എത്രയാണ്? OD. അത് നമ്മൾ ഓൾറെഡി എഴുതണം ഇവിടെ. R2 is equal to R plus OD. അത് നമ്മൾ എഴുതണം. ഇനി ഈ OD എന്ന് പറഞ്ഞാൽ അത് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഈ ട്രയാംഗിളിൽ നിന്നും ABDO എന്ന ഈ ട്രയാംഗിളിൽ നിന്ന് കോസ് തീറ്റ എടുക്കുക. കോസ് തീറ്റ എടുക്കുമ്പോൾ എന്ത് കിട്ടും? OD ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് A. അപ്പൊ എത്ര?
കോസ് തീറ്റ ഈക്വൽ ടു ഒ ഡി ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എ. അപ്പോൾ ഒ ഡി എത്ര കിട്ടി? എ കോസ് തീറ്റ. അപ്പോൾ നിങ്ങൾക്ക് R2 കിട്ടാൻ എന്ത് ചെയ്യണം? ഈ ആറിനോട് ഒ ഡി കൂട്ടണം. ഒ ഡി എ കോസ് തീറ്റയാണ്. സോ R2 ഈസ് ഈക്വൽ ടു R പ്ലസ് എ കോസ് തീറ്റ. കണ്ടോ? R2 ഈക്വൽ ടു R പ്ലസ് എ കോസ് തീറ്റ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഇക്വേഷനിൽ ഈ ഇക്വേഷനാണ്. ഇതിന് നിങ്ങൾ 1 എന്ന് കൊടുത്ത് എഴുതണം കേട്ടോ, മാറ്റി. അപ്പൊ ഈ ഇക്വേഷൻ 1/4πε0 Q ഇൻറ്റു 1/R1 മൈനസ് 1/R2 എന്നതിൽ R1 എന്നതിന് പകരം R മൈനസ് എ കോസ് തീറ്റ കൊടുക്കുക. R2 എന്നതിന് പകരം എന്ത് ചെയ്യുക? R പ്ലസ് എ കോസ് തീറ്റ കൊടുക്കുക. ഓക്കെ, ഇത്രയും ക്ലിയർ ആയില്ലേ? ഇനി എന്ത് ചെയ്യുക? നമ്മൾ അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. സോ V is equal to Q/4πε0 into 1/R1 ന് പകരം R മൈനസ് എ കോസ് തീറ്റ മൈനസ് 1/R2 ന് പകരം R പ്ലസ് എ കോസ് തീറ്റ. അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്തു? നിങ്ങൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. എന്ന് വെച്ചാൽ ഇതേ ഇൻറ്റു ഇത്. സോ R പ്ലസ് എ കോസ് തീറ്റ ഇൻറ്റു 1 മൈനസ് 1 ഇൻറ്റു ദിസ് 1 ഇൻറ്റു R മൈനസ് എ കോസ് തീറ്റ. കണ്ടോ? മൈനസ് ബ്രാക്കറ്റിനകത്ത് കൊടുക്കണം R മൈനസ് എ കോസ് തീറ്റ ഡിവൈഡഡ് ബൈ ഇതേ ഇൻറ്റു ഇത്. സോ R മൈനസ് എ കോസ് തീറ്റ ഇൻറ്റു R പ്ലസ് എ കോസ് തീറ്റ. ഇപ്പൊ Q/4πε0 ഇൻറ്റു R പ്ലസ് എ കോസ് തീറ്റ ഈ മൈനസ് കൊണ്ട് അകത്ത് മൾട്ടിപ്ലൈ ചെയ്യുക. മൈനസ് ഇൻറ്റു R, ഈ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് എ കോസ് തീറ്റ. ശരിയല്ലേ? ഡിവൈഡഡ് ബൈ എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്താണ്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. എ ആർ സ്ക്വയർ മൈനസ് ഇതിന്റെ സ്ക്വയർ ആണ് എ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ കണ്ടോ ഒരു പ്ലസ് ആറും മൈനസ് ആറും ക്യാൻസൽ ചെയ്തു. എ കോസ് തീറ്റ പ്ലസ് എ കോസ് തീറ്റ 2a കോസ് തീറ്റ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. ഇനി നോക്കുക, ഈ ആർ എന്ന ഡിസ്റ്റൻസ് കണ്ടോ? ഈ ആർ എന്ന ഡിസ്റ്റൻസ് എ എന്ന ഡിസ്റ്റൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ 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 കൂടുതലാണ്. അപ്പോ ഈ ടേമിനെ നമുക്ക് നെഗ്ലക്ട് ചെയ്ത് കളയാം. മനസ്സിലായോ? സോ ഇഫ് ആർ സ്ക്വയർ ഗ്രേറ്റർ ദാൻ വെരി വെരി ഗ്രേറ്റർ ദാൻ എ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ ക്യാൻ ബി നെഗ്ലക്റ്റഡ്. അപ്പൊ ഇത് നെഗ്ലക്ട് ചെയ്ത് കളഞ്ഞാൽ ബാക്കി ആരുണ്ട്? 1/4πε0. ഇവിടെ Q ഉണ്ട്. Q ഇൻറ്റു 2a കോസ് തീറ്റ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഇനി Q ഇൻറ്റു 2a എന്ന് പറഞ്ഞാൽ എന്താണ്? ഡൈപോൾ മൊമെന്റ് അല്ലേ? P. അപ്പോൾ V is equal to എങ്ങനെ എഴുതാം? 1/4πε0 P കോസ് തീറ്റ ബൈ ആർ സ്ക്വയർ. ഇതാണ് ജനറൽ എക്സ്പ്രഷൻ. ഇവിടെ ആരൊക്കെ ഉള്ളൂ? ഡൈപോൾ മൊമെന്റ് എന്നുള്ളൊരു ക്വാണ്ടിറ്റി, അതുപോലെ തീറ്റ, നമ്മുടെ ഈ പോയിന്റ് കിടക്കുന്ന ഇൻക്ലിനേഷൻ. ഈ ആർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? അതിന്റെ ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, പിന്നെ ഡൈപോളിന്റെ മിഡ് പോയിന്റ് മുതൽ നമ്മുടെ നിർദ്ദിഷ്ട പോയിന്റ് വരെയുള്ള ദൂരമാണ് ആറ്. അതിന്റെ ഇൻക്ലിനേഷൻ ആണ് തീറ്റ. ഇതൊക്കെ നമ്മൾ പോളാർ കോർഡിനേറ്റ്സ് എന്നൊക്കെയാണ് പറയുന്നത്. അത് നിങ്ങൾ ഹയർ ക്ലാസ്സിലേക്ക് പഠിക്കും. ആറ് തീറ്റ അതിന്റെ ടേംസിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഇതാണ് ജനറൽ എക്സ്പ്രഷൻ. എന്തിന്റെ? പൊട്ടൻഷ്യൽ ഡ്യൂ ടു ആൻ ഇലക്ട്രിക് ഡൈപോൾ. ഒരു ഇലക്ട്രിക് ഡൈപോൾ കാരണമുള്ള പൊട്ടൻഷ്യൽ. ഓക്കെ, അതിന് നമ്മൾ ചെയ്ത ഡെറിവേഷനും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പഠിക്കുക, നിങ്ങൾ ഇതെല്ലാം പഠിക്കുക കേട്ടോ. ഇതെല്ലാം നമ്മുടെ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് വെച്ചിട്ട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതെല്ലാം വെക്ടേഴ്സ് ആണ്. മനസ്സിലായി? വേറൊരു ഡെറിവേഷനും ഉണ്ട്, പക്ഷെ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഈ ഡെറിവേഷൻ പഠിക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നന്നായിട്ട് പഠിക്കണം, എഴുതി പഠിക്കണം. ഇതിന്റെ സ്പെഷ്യൽ കേസസ് ഒക്കെ ഉണ്ട്. ഈ തീറ്റയ്ക്ക് ഓരോ വാല്യൂ കൊടുക്കുമ്പോൾ സ്പെഷ്യൽ കേസസ്, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത വീഡിയോയിൽ പഠിക്കാം. ഇതുവരെയുള്ള കാര്യങ്ങൾ വ്യക്തമായി എന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇത് എഴുതി പഠിക്കുക. നമുക്ക് സ്പെഷ്യൽ കേസസ് നോക്കാം. ഇതാണ് ജനറൽ എക്സ്പ്രഷൻ 1/4πε0 P കോസ് തീറ്റ ബൈ ആർ സ്ക്വയർ. എക്സ്പ്രഷൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ആംഗിളും കൂടി കടന്നു വരുന്ന എക്സ്പ്രഷൻ ആണ് പൊട്ടൻഷ്യലിന്റെ ജനറൽ എക്സ്പ്രഷൻ. അപ്പോ ആക്സിയൽ ലൈനിലെ ഒരു പോയിന്റിലെ പൊട്ടൻഷ്യൽ എങ്ങനെയാണ്? പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് ഓൺ ദ ആക്സിയൽ ലൈൻ. ആക്സിയൽ ലൈൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഇങ്ങനെ ഇരിക്കുന്ന ഈ പോയിന്റ് എവിടെ വരണം? ഈ ഡൈപോളിന്റെ ആക്സിസിൽ വരണം. ഇവിടെ വരാം, അല്ലെങ്കിൽ എവിടെ വരാം? ഇവിടെയും വന്നൂടെ? ഈ തീറ്റയുടെ വാല്യൂ 0 ആയാലും ഇവിടെ വരാം. എന്നാൽ തീറ്റയുടെ വാല്യൂ പൈ ആയാലോ അപ്പുറത്ത് വരാം. അപ്പോഴും അതൊരു ആക്സിയൽ പോയിന്റ് അല്ലേ? എന്ന് വെച്ചാൽ ഈ തീറ്റയുടെ വാല്യൂ 0 ഓർ പൈ ആയി എടുക്കുക. അപ്പോൾ ആദ്യത്തെ കേസ് എന്താണ്? പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് ഓൺ ദ ആക്സിയൽ ലൈൻ. അതിൽ തന്നെ തീറ്റ 0 ആകാം, പൈ ആകാം. ഓക്കെ, തീറ്റ 0 വരുമ്പോൾ എന്ത് പറ്റും? V is equal to 1/4πε0 P ഇൻറ്റു കോസ് 0 അല്ലെ, ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. കോസ് 0 എത്രയാണ്? 1 ആണ്. അപ്പോൾ 1/4πε0 P ബൈ ആർ സ്ക്വയർ. തീറ്റ പൈ ആകുമ്പോഴോ V is equal to 1/4πε0 P ഇൻറ്റു കോസ് പൈ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. കോസ് പൈയുടെ വാല്യൂ എത്രയാണ്? -1 ആണ്. സോ -1/4πε0 P ബൈ ആർ സ്ക്വയർ. അപ്പോ ആക്സിയൽ ലൈനിൽ പൊട്ടൻഷ്യലിന് പോസിറ്റീവ് വാല്യൂ വരാം, നെഗറ്റീവ് വാല്യൂവും വരാം. അപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ് ഒരു പരീക്ഷയ്ക്ക്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിക്കുക. പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് ഓൺ ദ ആക്സിയൽ ലൈൻ. ഓപ്ഷൻസ് ഇങ്ങനെയാണ്: 1/4πε0 P ബൈ ആർ സ്ക്വയർ, -1/4πε0 P ബൈ ആർ സ്ക്വയർ, 1/4πε0 P കോസ് തീറ്റ ബൈ ആർ സ്ക്വയർ,
ഡി ഓപ്ഷൻ നോക്കണം, ബോത്ത് എ ആൻഡ് ബി എന്ന് വെച്ചാൽ പ്ലസ് ആകാം മൈനസ് ആകാം, എ ഓർ ബി രണ്ടും ആകാം. മനസ്സിലായില്ലേ? തീറ്റ 0 കൊടുക്കുമ്പോ പോസിറ്റീവ് വാല്യൂ കിട്ടും പൊട്ടൻഷ്യലിന്, തീറ്റ പൈ കൊടുക്കുമ്പോഴോ നെഗറ്റീവ് വാല്യൂ കിട്ടും. എന്ന് വെച്ചാൽ ഈ സൈഡിൽ പൊട്ടൻഷ്യൽ പോസിറ്റീവും ഈ സൈഡിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ -q+q ആ രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ തീറ്റ ഇവിടെ പോസിറ്റീവ് ഇവിടെ നെഗറ്റീവ് വരും. എന്നാൽ തിരിഞ്ഞു വരുമ്പോൾ തിരിയാം. ഓക്കെ, അപ്പൊ ഇവിടെ വാല്യൂ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, പോസിറ്റീവ് വാല്യൂ വരാം നെഗറ്റീവ് വാല്യൂവും വരാം. എവിടെ? ആക്സിയൽ ലൈനിലെ ഒരു പോയിന്റിൽ അല്ലെങ്കിൽ ആക്സിയൽ പോയിന്റിൽ ഏത് പോയിന്റിലാണോ പിന്നെ എന്താണ് ഏത് സൈഡിലാണോ കിടക്കുന്നത് അതനുസരിച്ച് എന്ത് ചെയ്യാം, സൈൻ മാറാം, അറിഞ്ഞിരിക്കുക. ഇനി ഇക്വറ്റോറിയൽ ലൈനിലെ ഒരു പോയിന്റ്, ഇക്വറ്റോറിയൽ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതാ ഇങ്ങനെയല്ലേ പിന്നെ ഡൈപോൾ കിടക്കുക, അതിന്റെ മിഡ് പോയിന്റ് ആണിത്. മിഡ് പോയിന്റിൽ നിന്നും ഒരു നിശ്ചിത ദൂരം മുകളിൽ പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ അതിന്റെ ആംഗിൾ എന്തായിരിക്കും? നിങ്ങൾ ആ ഫിഗർ ഒന്ന് നോക്കൂ, നിങ്ങൾ വരച്ച ഫിഗർ ആണ്. അപ്പൊ അതാ നോക്കിയേ, എന്താണ് ആംഗിൾ വരിക? 90 ഡിഗ്രി ആയിരിക്കും. ശരിയല്ലേ? എല്ലാ ആംഗിളും മെഷർ ചെയ്യുന്നതാ ഇവിടെ നിന്നാണ്, ക്ലോക്ക് വൈസ് ആണ്, സോറി ആന്റി ക്ലോക്ക് വൈസ് ആണ്. അപ്പൊ ഇങ്ങനെ നോക്കിയാൽ 90 ഡിഗ്രി ആകുമ്പോൾ എന്തായി? ഇക്വറ്റോറിയൽ പോയിന്റ് ആയില്ലേ? ഇതാ നോക്കൂ, ഇങ്ങനെ കിടക്കുകയാണ്. 90 ഡിഗ്രി ആകുമ്പോൾ ഇക്വറ്റോറിയൽ പോയിന്റ് ആയി. അപ്പൊ തീറ്റ എന്ത് കൊടുക്കണം? 90 കൊടുക്കണം. അപ്പൊ പൊട്ടൻഷ്യൽ എന്ത് കിട്ടും? 1/4πε0 P cos 90 ഡിവൈഡഡ് ബൈ r². അപ്പൊ എത്ര കിട്ടി? 1/4πε0 P ഇൻറ്റു cos 90യുടെ വാല്യൂ 0 ആണ്. ശരിയല്ലേ? ഡിവൈഡഡ് ബൈ r². അപ്പൊ എത്ര കിട്ടി? 0. അപ്പോ ഒരു ഡൈപോളിന്റെ ഇക്വറ്റോറിയൽ ലൈനിലെ പൊട്ടൻഷ്യൽ എത്രയാണ്? 0 ആണ്. അറിഞ്ഞിരിക്കണം, വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ട് ആണ്. ഓക്കെ, അപ്പോ ആക്സിയൽ പോയിന്റിൽ +or-1/4πε0 P/r², ഇക്വറ്റോറിയൽ ലൈനിൽ ഒരു ഡൈപോൾ കാരണമുള്ള പൊട്ടൻഷ്യൽ എന്നത് 0 ആണ്. ഇക്വറ്റോറിയൽ ലൈനിലെ ഒരു പോയിന്റില്, ഇക്വറ്റോറിയൽ പ്ലെയിനിൽ മൊത്തം എന്താണ്? പൊട്ടൻഷ്യൽ 0 ആണ് എന്ന് നമുക്ക് പറയാം. ഇക്വറ്റോറിയൽ പ്ലെയിനിലെ എല്ലാ പോയിന്റിലും പൊട്ടൻഷ്യൽ 0 ആയിരിക്കും. മനസ്സിലായോ? അങ്ങനെയുള്ള സർഫസുകൾ എന്ന് വെച്ചാൽ ഒരു സർഫസിൽ എല്ലായിടത്തും ഒരേ പൊട്ടൻഷ്യൽ ആണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ഇക്വറ്റോറിയൽ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഇക്വറ്റോറിയൽ അല്ല, ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് വെച്ചാൽ ഒരു സർഫസിലെ എല്ലാ പോയിന്റിലും ഒരേ പൊട്ടൻഷ്യൽ ആണ് എങ്കിൽ നമ്മൾ ആ സർഫസിനെ വിളിക്കുന്ന പേരാണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കും ഇനി. ഓക്കെ, അപ്പൊ ഇവിടെ അറിഞ്ഞിരിക്കുക, പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ വേണം, എഴുതുക, എഴുതി പഠിക്കുക. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞു പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ സിംഗിൾ ചാർജ്, അതുപോലെ പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ ഡൈപോൾ. ഇനി നമ്മൾ അടുത്ത പറയാൻ പോവുകയാണ് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ സിസ്റ്റം ഓഫ് ചാർജസ്. പൊട്ടൻഷ്യൽ ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, സിസ്റ്റം ഓഫ് ചാർജസ് എന്ന് പറഞ്ഞാൽ രണ്ടിൽ കൂടുതൽ അല്ലെങ്കിൽ n നമ്പർ ഓഫ് ചാർജസ്, n നമ്പർ ഓഫ് ചാർജസ് എത്ര വേണോ ആവാം. ആ n നമ്പർ ഓഫ് ചാർജസ് ചേർന്ന് ഒരു പോയിന്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ചാർജുകളുടെ ഇൻഫ്ലുവൻസ് കാരണം ഒരു പോയിന്റിലെ പൊട്ടൻഷ്യൽ എത്ര, അത് നിങ്ങൾക്ക് സ്വാഭാവികമായി മനസ്സിലാക്കാം. ആദ്യത്തെ ചാർജ് കാരണമുള്ള പൊട്ടൻഷ്യൽ പ്ലസ് രണ്ടാമത്തെ ചാർജ് കാരണമുള്ള പൊട്ടൻഷ്യൽ പ്ലസ്, അങ്ങനെ n ചാർജസ് ഉണ്ടോ അത്രയും തവണ ആ പൊട്ടൻഷ്യലുകൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. സിമ്പിൾ അല്ലേ? അത്രേ ഉള്ളൂ. അപ്പൊ അതാ നോക്കിയേ, ലഘുവായി പറഞ്ഞതാണ്. അപ്പൊ അതാ വായിക്കാം. കൺസിഡർ എ നമ്പർ ഓഫ് പോയിന്റ് ചാർജസ് Q1, Q2, Q3 എക്സെട്ര Qn അറ്റ് ഡിസ്റ്റൻസസ് R1, R2, R3 എക്സെട്ര Rn റെസ്പെക്റ്റീവ്ലി ഫ്രം ആൻ ഒബ്സർവേഷൻ പോയിന്റ് P. നമ്മുടെ ഒബ്സർവേഷൻ പോയിന്റ് ആണ് ഇത്. എന്ന് വെച്ചാൽ ഏത് പോയിന്റിലാണോ ഇവരെല്ലാം ചേർന്നുള്ള പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കേണ്ടത് ആ പോയിന്റിനെയാണ് നമ്മൾ ഒബ്സർവേഷൻ പോയിന്റ് എന്ന് വിളിക്കുക. P ആണിത്. P നമ്മൾ അടയാളപ്പെടുത്തിയേക്കുക, P ആണ്. അപ്പോ ഒബ്സർവേഷൻ പോയിന്റിൽ നിന്ന് Q1 എന്നുള്ള ചാർജിന്റെ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ Q1 എന്നുള്ള ചാർജ് പിന്നെ എന്തുമാത്രം അകലത്തിലാണ് കിടക്കുന്നത്? R1 അകലത്തിൽ. ഡിസ്റ്റൻസ് R1 ആണ്. ഓക്കെ, സോ ദ ഡിസ്റ്റൻസ് ഓഫ് ചാർജ് Q1 ഫ്രം ദ ഒബ്സർവേഷൻ പോയിന്റ് ഈസ് R1. സിമിലർലി എന്താണ് Q2 ഡിസ്റ്റൻസ് എത്രയാണ്? R2, Q3 R3, അങ്ങനെ Qn Rn. ഓക്കെ, ഇനി നോക്കൂ, ദ റിസൾട്ടന്റ് പൊട്ടൻഷ്യൽ അറ്റ് P ഡ്യൂ ടു ഓൾ ദ ചാർജസ് ഈസ് ദ ഓൾജിബ്രായിക് സം ഓഫ് ദ പൊട്ടൻഷ്യൽസ് അറ്റ് P ഡ്യൂ ടു ഇൻഡിവിജ്വൽ ചാർജസ്. ഇപ്പൊ ഇൻഡിവിജ്വൽ ചാർജ് കാരണമുള്ള പൊട്ടൻഷ്യലുകളുടെ ഓൾജിബ്രായിക് സം ആണ്. ഓൾജിബ്രായിക് സം എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണ മാത്തമാറ്റിക്സ് നമ്മൾ 1 + 2 + 3 എഴുതുന്നത് പോലെ ആണ്. കാരണം എന്താണ്? ഈ പൊട്ടൻഷ്യൽ എന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, സോറി, സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. തിരിഞ്ഞു പോകരുത്. പൊട്ടൻഷ്യൽ ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. ഇപ്പൊ സ്കെയിലാറുകൾ എന്ത് ചെയ്യാം? ഓൾജിബ്രായിക്കലി ആഡ് ചെയ്യാം. എന്ന് വെച്ചാൽ മൈനസ് പൊട്ടൻഷ്യൽ ആണെങ്കിൽ ഇപ്പൊ -3 ആണ്, പ്ലസ്
2 ആണ്, അങ്ങനെ എന്ന് വെച്ചാൽ -3 + 2 -1 അങ്ങനെ. ഓക്കെ, അപ്പോൾ സൈനും കൂടി കണക്കിലെടുക്കണം. സ്കെയിലാർ ആണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, പിന്നെ ഇൻഡിവിജ്വലായി നമുക്ക് ഇൻഡിവിജ്വൽ പൊട്ടൻഷ്യൽസിനെ നമുക്ക് ഓൾജിബ്രായിക്ക് സം ചെയ്യാം എന്നതാണ്. ദിസ് ഈസ് ബിക്കോസ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. തിരിഞ്ഞു പോരുത്, ഞാൻ നേരത്തെ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയതാണ്. ഈ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്, മറക്കരുത്. ഓക്കെ, അപ്പോൾ ദ റിസൾട്ടന്റ് പൊട്ടൻഷ്യലിറ്റി P ഈസ് ഗിവൺ ബൈ V is equal to V എന്ന് നമ്മൾ വിളിക്കുന്നു. ഒബ്സർവേഷൻ പോയിന്റ് P യിലെ റിസൾട്ടന്റ് പൊട്ടൻഷ്യൽ എത്രയാണ്? Q1 എന്നുള്ള ചാർജ് കാരണമുള്ള പൊട്ടൻഷ്യൽ 1/4π0 Q1 by R1. R1 എന്ന് പറഞ്ഞാൽ Q1 ൽ നിന്ന് നമ്മുടെ ഒബ്സർവേഷൻ പോയിന്റ് വരെ ഉള്ള അകലമാണ്. പ്ലസ് 1/4π0 Q2 by R2 പ്ലസ് 1/4π0 Q3 by R3 പ്ലസ് എക്സെട്ര പ്ലസ് 1/4π0 Qn by Rn. That is equal to 1/4π0 കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ബാക്കി ആരുണ്ട്? Q1 by R1 plus Q2 by R2 plus Q3 by R3 plus etc. Qn by Rn. ഇതിന് നമുക്ക് ഇതൊരു സമ്മേഷൻ ആണ്. അപ്പൊ നമുക്ക് സിഗ്മ നൊട്ടേഷൻ കൊടുക്കാം. സിഗ്മ I equal to 1 to n Qi by Ri എന്ന് വെച്ചാൽ ഈ ഐക്ക് ആദ്യം 1 കൊടുക്കുക. അപ്പൊ എത്ര കിട്ടും? Q1 by R1. സിഗ്മ എന്ന് പറഞ്ഞാൽ സമ്മേഷൻ ആണെന്ന് വെച്ചാൽ പ്ലസ് അടുത്ത ഐക്ക് ആര് കൊടുക്കുക? 2 കൊടുക്കുക. ശരിയല്ലേ? അങ്ങനെയല്ലേ ഇവിടെ എഴുതിയിരിക്കുന്നത്. പ്ലസ് പിന്നെ എത്ര? ഐക്ക് 3 കൊടുക്കുക. അപ്പൊ Q3 by R3 അങ്ങനെ ഏത് വരെ കൊടുക്കണം? n വരെ കൊടുക്കണം. അതാണിത്. മനസ്സിലായി? ഇതിന്റെ കണ്ടിന്യൂസ് മോഡലും ഉണ്ട്, അത് നമുക്ക് അടുത്ത രീതി പഠിക്കാം, ഇന്റഗ്രേഷൻ വെച്ചിട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ എന്താണ് ഈ റിസൾട്ടന്റ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഓരോ ചാർജുകൾ കാരണമുള്ള പൊട്ടൻഷ്യലുകളുടെ സമ്മാണ്. എന്ന് വെച്ചാൽ V1 എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇതാണ് 1/4π0 Q1 by R1 പ്ലസ് V2 പ്ലസ് V3 പ്ലസ് എക്സെട്ര Vn. ഇതാണ് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ സിസ്റ്റം ഓഫ് ചാർജസ്. അപ്പൊ നമ്മൾ പറഞ്ഞു പിന്നെ പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ സിംഗിൾ ചാർജ് അറ്റ് എ പോയിന്റ്, പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ ഡൈപോൾ അതിന്റെ ആക്സിയൽ പോയിന്റ്, ഇക്വറ്റോറിയൽ പോയിന്റ്. ഇവിടെ എന്താണ്? പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ സിസ്റ്റം ഓഫ് ചാർജസ്. വളരെ സിമ്പിൾ ആണ്, നിങ്ങൾ മനസ്സിലാക്കുക, നോട്ടിലേക്ക് എഴുതുക. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഈക്വി പൊട്ടൻഷ്യൽ സർഫസസ്. ഓക്കെ, വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കണം. നമുക്ക് സിമ്പിൾ ആണ്. എന്താണ് ഒരു ഈക്വി പൊട്ടൻഷ്യൽ സർഫസ്? ഇപ്പൊ ഈക്വി പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഈക്വി പൊട്ടൻഷ്യൽ സർഫസ്, ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഈക്വി പൊട്ടൻഷ്യൽ സർഫസ്. അപ്പൊ ഒരു സർഫസ് ആണ്. ആ സർഫസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ സർഫസിലെ എല്ലാ പോയിന്റുകളിലും ഒരേ പൊട്ടൻഷ്യൽ ആയിരിക്കും. എന്ന് വെച്ചാൽ ഒരു കോൺസ്റ്റന്റ് വാല്യൂ ഓഫ് പൊട്ടൻഷ്യൽ ആയിരിക്കും ആ സർഫസിന്റെ എല്ലാ പോയിന്റുകളും. സർഫസിലെ എല്ലാ പോയിന്റുകളിലും ഒരു കോൺസ്റ്റന്റ് വാല്യൂ ഓഫ് പൊട്ടൻഷ്യൽ ആയിരിക്കും. അതാണ് ഈക്വി പൊട്ടൻഷ്യൽ സർഫസ്. അപ്പൊ അത് നോക്കിക്കേ, നമുക്ക് ഡെഫിനിഷൻ നോക്കാം. എന്താണ്? An equipotential surface is a surface with a constant value of potential at all points on the surface. ആ സർഫസിലെ at all points on the surface ശ്രദ്ധിക്കണം. At all points on the surface. An equipotential surface is a surface with a constant value of potential at all points on the surface. ആ സർഫസിലെ എല്ലാ പോയിന്റുകളിലും പൊട്ടൻഷ്യലിന്റെ വാല്യൂ കോൺസ്റ്റന്റ് ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, അതിന്റെ ഡെഫിനിഷൻ അറിഞ്ഞിരിക്കുക. അത് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പോകാം. ഇനി ഒരു പോയിന്റ് ചാർജിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഈക്വി പൊട്ടൻഷ്യൽ സർഫസുകൾ എന്താണ്? നിങ്ങൾക്കറിയാം, ഒരു സിംഗിൾ ചാർജ് Q പോസിറ്റീവ് ചാർജ് ആയിക്കോട്ടെ, അതിന്റെ പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് R ഫ്രം ദ ചാർജ് എന്ന് വെച്ചാൽ ഇത് ചാർജ് ആണെങ്കിൽ ആ ചാർജിൽ നിന്നും R ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു പോയിന്റിലെ പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ എന്താണ്? 1/4πε0 Q by R. ഓക്കെ, അപ്പോ ഒരു പോയിന്റ് ചാർജിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഈക്വി പൊട്ടൻഷ്യൽ സർഫസ് എന്തായിരിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ ഈ പൊട്ടൻഷ്യലിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടർ ചാർജ് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, ഇതാ നോക്കുക, ഈ R എന്നുള്ള ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആണെങ്കിൽ പൊട്ടൻഷ്യൽ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. എന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ ചാർജ് എങ്കിൽ ഇതിൽ നിന്ന് R ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു പോയിന്റ് ആണ് ഇത്. അവിടെയുള്ള പൊട്ടൻഷ്യലിന് ഒരു വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. അതേ വാല്യൂ ആയിരിക്കില്ലേ ദാ ഇവിടെ നിന്നും ഈ ചാർജിൽ നിന്നും ഇങ്ങോട്ടുള്ള R ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു പോയിന്റിൽ? അതേ വാല്യൂ ആയിരിക്കില്ലേ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള R ഡിസ്റ്റൻസ് അകലെയുള്ള പോയിന്റിൽ? കാര്യം R മാറുന്നില്ലല്ലോ. R ഇവിടെയും ഒരേ വാല്യൂ ആണ്, ഇവിടെയും ഒരേ വാല്യൂ ആണ്, ഇവിടെ ഒരേ വാല്യൂ ആണ്, ഇവിടെ ഒരേ വാല്യൂ ആണ്. അപ്പൊ R കോൺസ്റ്റന്റ് ആണെങ്കിൽ പൊട്ടൻഷ്യൽ മാറുന്നില്ല. അപ്പൊ ഈ പോയിന്റിലെല്ലാം എന്തായിരിക്കും? ഒരേ പൊട്ടൻഷ്യൽ ആയിരിക്കും. ഇങ്ങനെയുള്ള ഒരുപാട് പോയിന്റുകളെ നമ്മൾ കളക്ട് ചെയ്ത് വരയ്ക്കുമ്പോൾ നമുക്കൊരു സ്പിയർ കിട്ടും. അപ്പോ എന്ന് വെച്ചാൽ ഇപ്പൊ നമുക്കൊരു സ്പിയർ കിട്ടി, ഒരു നിശ്ചിത റേഡിയസ് ഉള്ള സ്പിയർ. എന്നാൽ ഈ ആറിന്റെ വാല്യൂ കൂടി എന്ന് വിചാരിക്കുക, കുറച്ചതായി ഇങ്ങോട്ടെത്തി. ഓക്കെ,
അപ്പോ അങ്ങനെയുള്ള ആർ ഇത് അതേ ഡിസ്റ്റൻസിൽ ഇവിടെയും വരച്ചൂടെ, അതേ ഡിസ്റ്റൻസിൽ ഇവിടെയും വരച്ചൂടെ. അപ്പോൾ ആറിന്റെ വാല്യൂ കൂടി ഒരു നിശ്ചിത വാല്യൂ എത്തുമ്പോൾ നമുക്ക് മറ്റൊരു സ്പെറിക്കൽ സർഫസ് കിട്ടും, ശരിയല്ലേ? അങ്ങനെയെങ്കിൽ ഒരു പോയിന്റ് ചാർജിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഈക്വി പൊട്ടൻഷ്യൽ സർഫസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ചാർജ് സെന്റർ ആയിട്ടുള്ള കോൺസെൻട്രിക് സ്പെറിക്കൽ സർഫസസ് ആണ്. അതിന്റെ പിക്ചർ നമുക്കിപ്പോ നോക്കാം. അപ്പൊ അത് ഒന്ന് നോക്കി. For a single charge Q, the potential is given by V is equal to 1 by 4 pi epsilon 0 Q by R. This shows that V is a constant if R is constant. Thus, equipotential surfaces of a single point charge are concentric spherical surfaces centered at the charge. ഇതാണ് നമ്മുടെ ഫിഗർ. ഇതാണ് നമ്മുടെ പോസിറ്റീവ് ചാർജ്. ഇതിൽ നിന്നും R ഡിസ്റ്റൻസ് അകലെയുള്ള ഈ ഒരു സർഫസ് കണ്ടോ, അതൊരു സ്പെറിക്കൽ സർഫസ് ആണ്, അതൊരു ഈക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ്. എന്ന് വെച്ചാൽ ഈ സർഫസിലെ ഏത് പോയിന്റ് എടുത്താലും അവിടെ പൊട്ടൻഷ്യൽ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇതുപോലെയുള്ള മറ്റൊരു സർഫസ് ആണ് ഇത്. ആറിന്റെ വാല്യൂ വ്യത്യാസമാണ്, എന്നാൽ ആ സർഫസിൽ കണ്ടോ കോൺസ്റ്റന്റ് ആർ ആണ്. അപ്പോ ഏതൊരു പോയിന്റ് ആ സർഫസിൽ എടുത്താലും പിന്നെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതുപോലെയല്ലേ ഈ സർഫസും, അതുപോലെയല്ലേ ഈ സർഫസും. അപ്പോൾ ഒരു സിംഗിൾ പോയിന്റ് ചാർജിനെ സംബന്ധിച്ചിടത്തോളം ആ ചാർജ് സെന്റർ ആയിട്ടുള്ള കോൺസെൻട്രിക് സ്പെറിക്കൽ സർഫസുകളാണ് അതിന്റെ ഈക്വി പൊട്ടൻഷ്യൽ സർഫസുകൾ എന്ന് പറയാം. ക്ലിയർ ആയ പറഞ്ഞത്? അപ്പൊ ഇത്ര എന്ത് ചെയ്യുക, വ്യക്തമായി മനസ്സിലാക്കുക, നിങ്ങളുടെ നോട്ടിലേക്ക് എഴുതുക. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. അതിന്റെ എക്സ്പ്ലനേഷനും ഉണ്ട്, നമ്മുടെ ടെക്സ്റ്റ് പ്രത്യേകം പറഞ്ഞിരിക്കുന്നതാണ്, നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് പറയാൻ പോവുകയാണ്, കേട്ടിരിക്കും. ഏത് ചാർജ് കോൺഫിഗറേഷൻ എടുത്താലും അതിന്റെ ഒരു പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ഈക്വി പൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറഞ്ഞാൽ ആ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിന് നോർമൽ ആയിരിക്കും. ഒരിക്കൽ കൂടി വായിക്കുകയാണ് സ്റ്റേറ്റ്മെന്റ്, അതുപോലെ വായിക്കുകയാണ്. ഫോർ എനി ചാർജ് കോൺഫിഗറേഷൻ ഈക്വി പൊട്ടൻഷ്യൽ സർഫസ് ത്രൂ എ പോയിന്റ് ഈസ് നോർമൽ ടു ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദാറ്റ് പോയിന്റ്. ഇതൊരു ഈക്വി പൊട്ടൻഷ്യൽ സർഫസ് ആണ്. നമുക്കൊരു പോയിന്റ് എടുക്കാം, ഇതൊരു പോയിന്റ് ആണ്. ഓക്കെ, ആ ഈക്വി പൊട്ടൻഷ്യൽ സർഫസിൽ അല്ലെങ്കിൽ ഒരു പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ഈക്വി പൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറഞ്ഞാൽ ആ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിന് നോർമൽ ആയിരിക്കും, ശരിയല്ലേ? ഇപ്പൊ ഇതൊരു പോസിറ്റീവ് ചാർജ് ആണ്. പോസിറ്റീവ് ചാർജിൽ നിന്നും ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയാണ്? പുറത്തേക്കാണ്. അപ്പൊ റേഡിയലി ഔട്ട്വേർഡ് ഇങ്ങനെ നമ്മൾ വരയ്ക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പൊ ഇങ്ങോട്ടുണ്ടേ, ഇങ്ങോട്ട് ആരോ ഉണ്ടേ. അപ്പൊ ആ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെയാണ്. ഈ പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന ഈക്വി പൊട്ടൻഷ്യൽ സർഫസ് ഇങ്ങനെയല്ലേ? ആ ഈക്വി പൊട്ടൻഷ്യൽ സർഫസ് ഈ ഇലക്ട്രിക് ഫീൽഡിന് എന്താണ്? പെർപെൻഡിക്കുലർ അല്ലേ, നോർമൽ അല്ലേ? അതൊരു പോയിന്റ് ആണ്. ഓക്കെ, അതൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് പഠിക്കേണ്ട ഒരു പോയിന്റ് ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ പോയിന്റ്. അപ്പോ ഒരിക്കൽ കൂടി വായിക്കുകയാണ്. ഫോർ എനി ചാർജ് കോൺഫിഗറേഷൻ ഈക്വി പൊട്ടൻഷ്യൽ സർഫസ് ത്രൂ എ പോയിന്റ് ഈസ് നോർമൽ ടു ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദാറ്റ് പോയിന്റ്. ഇനി അതിന്റെ എക്സ്പ്ലനേഷൻ നമുക്കൊന്ന് പറയാം. ഓക്കെ, ഞാൻ വായിക്കുകയാണ്. ഇഫ് ദ ഫീൽഡ് വെയർ നോട്ട് നോർമൽ ടു ദ ഈക്വി പൊട്ടൻഷ്യൽ സർഫസ്. ഇപ്പൊ നമുക്ക് ഇതാണ് ഒരു ഈക്വി പൊട്ടൻഷ്യൽ സർഫസ് എന്ന് വിചാരിക്കാം. ഫോർ സിംപ്ലിസിറ്റി നമ്മൾ ഇതാണ് ഈക്വി പൊട്ടൻഷ്യൽ സർഫസ് എന്ന് വിചാരിക്കുന്നു. അപ്പോ ഇതിലെ ഒരു പോയിന്റ് എടുത്താൽ ആ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഈ ഈക്വി പൊട്ടൻഷ്യൽ സർഫസിന് നോർമൽ ആയിരിക്കും എന്നാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇനി നമ്മൾ പറയുന്നു എന്താണ്? ഈ ഫീൽഡ് എന്നത് ഈക്വി പൊട്ടൻഷ്യൽ സർഫസിന് നോർമൽ അല്ല എന്ന് വിചാരിക്കുക. എന്ന് വെച്ചാൽ ഇത് ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. അപ്പോ ഇത് ഈക്വി പൊട്ടൻഷ്യൽ സർഫസ്, ഇത് ഇലക്ട്രിക് ഫീൽഡ് ഈക്വി പൊട്ടൻഷ്യൽ സർഫസിന് നോർമൽ അല്ല എന്ന് നമ്മൾ അങ്ങ് വിചാരിക്കുകയാണ്. നോർമൽ അല്ല എന്ന് വിചാരിച്ചാൽ നിങ്ങൾക്കറിയാം ഇങ്ങനെയാണ് നമ്മളിപ്പോ എടുത്തിരിക്കുന്ന ഇലക്ട്രിക് ഫീൽഡ്. ഇതൊരു വെക്റ്റർ അല്ലേ? ഇതിനെ റിസോൾവ് ചെയ്തുകൂടെ നിങ്ങൾക്ക്? ഇങ്ങനെയും ഇങ്ങനെയും, ശരിയല്ലേ? എന്ന് വെച്ചാൽ ഇലക്ട്രിക് ഫീൽഡിനെ നിങ്ങൾ രണ്ട് പെർപെൻഡിക്കുലർ കമ്പോണന്റുകളായി, രണ്ട് റെക്ടാങ്കുലർ കമ്പോണന്റുകളായി എന്ത് ചെയ്തിരിക്കുകയാണ്? റിസോൾവ് ചെയ്തിരിക്കുകയാണ്. വെക്റ്റർ റെസൊല്യൂഷനിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഈ ഇലക്ട്രിക് ഫീൽഡിന് ഇപ്പോ നമ്മുടെ ഈ ഈക്വി പൊട്ടൻഷ്യൽ സർഫസിൽ ഒരു കമ്പോണന്റ് ഉണ്ട്, ശരിയല്ലേ? അതിന്റെ നേരെ ഒരു പാരലൽ ആയിട്ടുള്ള ഒരു കമ്പോണന്റ് ഉണ്ട്. പാരലല്ല, ഈക്വി പൊട്ടൻഷ്യൽ സർഫസിൽ ഈ ഇലക്ട്രിക് ഫീൽഡിന് എന്തുണ്ട്? ഒരു കമ്പോണന്റ് ഉണ്ട്, ഒരു നോൺ സീറോ കമ്പോണന്റ് ഉണ്ട്. അതാണ് ഈ ഫസ്റ്റ് സെന്റൻസ്. എന്താണ് പറയുന്നത്? ഇഫ് ദ ഫീൽഡ് വെയർ നോട്ട് നോർമൽ ടു ദ ഈക്വി പൊട്ടൻഷ്യൽ സർഫസ്, ഈ ഫീൽഡ് ഈക്വി പൊട്ടൻഷ്യൽ സർഫസിന് നോർമൽ അല്ലെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് നോൺ സീറോ കമ്പോണന്റ് അലോങ് ദ സർഫസ്. ഈ സർഫസിൽ അതിനൊരു നോൺ സീറോ കമ്പോണന്റ് കാണും, ശരിയല്ലേ? അങ്ങനെയെങ്കിൽ നിങ്ങൾക്കറിയാം
ഇലക്ട്രിക് ഫീൽഡ് ഇപ്പൊ പിന്നെ ഈ സർഫസിൽ ഇങ്ങനെ ഉണ്ട്, ശരിയല്ലേ? അതിന്റെ കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് അവിടെ ഉണ്ടെന്നാണ് അർത്ഥം. അപ്പോ ഈ സർഫസിൽ നിങ്ങൾ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ഈ ഫീൽഡിന് എഗെയിൻസ്റ്റ് ആയിട്ട് കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? വർക്ക് ചെയ്യണം, ശരിയല്ലേ? നിങ്ങൾക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടാണ്. അപ്പോൾ നിങ്ങൾക്കൊരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ഈ ഫീൽഡിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഈ ഇക്യു പൊട്ടൻഷ്യൽ സർഫസിൽ കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? വർക്ക് ചെയ്യണം. അതാണ് രണ്ടാമത്തെ പോയിന്റ്. ടു മൂവ് എ യൂണിറ്റ് ടെസ്റ്റ് ചാർജ് എഗെയിൻസ്റ്റ് ദ ഡയറക്ഷൻ ഓഫ് ദ കമ്പോണന്റ് ഓഫ് ദ ഫീൽഡ്. ഫീൽഡിന്റെ കമ്പോണന്റ് ആണ് ഇതാണ്, ഫീൽഡിന്റെ കമ്പോണന്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ടു മൂവ് എ യൂണിറ്റ് ടെസ്റ്റ് ചാർജ് എഗെയിൻസ്റ്റ് ദ ഡയറക്ഷൻ ഓഫ് ദ കമ്പോണന്റ് ഓഫ് ദ ഫീൽഡ് വർക്ക് വുഡ് ഹാവ് ടു ബി ഡൺ. ശരിയല്ലേ? വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? നിങ്ങൾ ഈ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ കൊണ്ടുവരികയാണ്. നിങ്ങൾക്കറിയാം ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് പിന്നെ ഒരു ഇലക്ട്രിക് ഫീൽഡിലെ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ടെസ്റ്റ് ചാർജിനെ കൊണ്ടുവരാൻ നിങ്ങൾ പ്രയോഗിക്കുന്ന വർക്കിനെ നമ്മൾ വിളിച്ച പേരാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ശരിയല്ലേ? ഈ ഒരു പോയിന്റിലെ പൊട്ടൻഷ്യൽ, ഈ ഒരു പോയിന്റിലെ പൊട്ടൻഷ്യൽ. അപ്പോ ഒരു യൂണിറ്റ് ടെസ്റ്റ് ചാർജിനെ ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ എന്തുമാത്രം വർക്ക് ചെയ്തു എന്ന് ചോദിച്ചാൽ നമ്മൾ പണ്ട് പഠിച്ചതാണ്, നമ്മൾ മുമ്പ് പഠിച്ചതാണ്. ഈ പോയിന്റിലെ പൊട്ടൻഷ്യൽ മൈനസ് ഈ പോയിന്റിലെ പൊട്ടൻഷ്യൽ. ഇത് ആർ എന്നുള്ള പോയിന്റ് ആണ്, ഇത് പി എന്നുള്ള പോയിന്റ് ആണെന്ന് വിചാരിച്ചോ. ആറിൽ നിന്ന് പിയിലേക്ക് ഒരു യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജിനെ കൊണ്ടുവരാൻ നിങ്ങൾ എന്തുമാത്രം വർക്ക് ചെയ്തു എന്ന് ചോദിച്ചാൽ ഈ പോയിന്റിലെ പി എന്നുള്ള പോയിന്റിലെ പൊട്ടൻഷ്യൽ വി പി മൈനസ് ആർ എന്നുള്ള പോയിന്റിലെ പൊട്ടൻഷ്യൽ വി ആർ. അപ്പോൾ ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസിന് തുല്യമായ വർക്ക് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് ആരെ കൊണ്ടെത്തിച്ചത്? ഒരു യൂണിറ്റ് ടെസ്റ്റ് ചാർജിനെ, ഒരു പോസിറ്റീവ് ചാർജ് ആണെന്ന് വിചാരിക്കും, ഒരു യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജിനെ ഇവിടെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ശ്രദ്ധിക്കണം, യൂണിറ്റ് ടെസ്റ്റ് ചാർജ് ആണ്. ഇനി ഒരു നിശ്ചിത ടെസ്റ്റ് ചാർജ് ആണെങ്കിലോ പൊട്ടൻഷ്യൽ എനർജിയുടെ ഡിഫറൻസ് ആണ്. നമ്മൾ ഒരുപാട് തവണ പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് എന്നത് ഇക്യു പൊട്ടൻഷ്യൽ സർഫസിന് നോർമൽ അല്ല എന്ന് കൺസിഡർ ചെയ്താൽ ആ ഇലക്ട്രിക് ഫീൽഡിന് നമ്മുടെ ഇക്യു പൊട്ടൻഷ്യൽ സർഫസിൽ ഒരു നോൺ സീറോ കമ്പോണന്റ് ഉണ്ടാവും. അപ്പോ ആ ഇക്യു പൊട്ടൻഷ്യൽ സർഫസിൽ എന്താണ്? ഒരു യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജിനെ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ വർക്ക് ചെയ്യേണ്ടി വരും. ആ വർക്ക് എന്ന് പറഞ്ഞാൽ എന്തിനു തുല്യമായിരിക്കും? വി പി എന്നുള്ള പോയിന്റിലെ പൊട്ടൻഷ്യൽ മൈനസ് ആർ എന്നുള്ള പോയിന്റിലെ പൊട്ടൻഷ്യൽ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം ഇക്യു പൊട്ടൻഷ്യൽ സർഫസിന്റെ ഡെഫിനിഷനെ വയലേറ്റ് ചെയ്യുന്നില്ലേ, കോൺട്രഡിക്ട് ചെയ്യുന്നില്ലേ? ഇക്യു പൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏത് പോയിന്റ് എടുത്താലും അതിൽ പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും. ഇപ്പൊ ആർ എന്നുള്ള പോയിന്റിലെ പൊട്ടൻഷ്യലും വി എന്നുള്ള പോയിന്റിലെ പൊട്ടൻഷ്യലും എന്തായിരിക്കും? സെയിം ആയിരിക്കും. എന്ന് വെച്ചാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്ര? 0. ശരിയല്ലേ? പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 ആണെങ്കിൽ വർക്ക് ചെയ്യണോ? വേണ്ട. വർക്ക് ചെയ്യേണ്ട എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ഈ ഇലക്ട്രിക് ഫീൽഡിന് ഇങ്ങനെ ഒരു കമ്പോണന്റ് ഉണ്ടോ? ഈ പിന്നെ നമ്മുടെ ഇക്യു പൊട്ടൻഷ്യൽ സർഫസിലേക്ക് ഒരു കമ്പോണന്റ് ഉണ്ടോ? ഇല്ല. ഇങ്ങനെ ഒരു കമ്പോണന്റ് ഇല്ല എങ്കിൽ ഇങ്ങനെ ഒരു കമ്പോണന്റ് മാത്രമല്ലേ കാണൂ. എന്ന് വെച്ചാൽ ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും നോർമലായി മാത്രമേ ഇരിക്കൂ. മനസ്സിലായോ? അപ്പൊ ഇതാണ് നമ്മുടെ പിന്നെ ആ പ്രധാനപ്പെട്ട പോയിന്റിന്റെ എക്സ്പ്ലനേഷൻ. ഒരിക്കൽ കൂടി വായിക്കാം. നമ്മൾ ആദ്യം തൊട്ട് വായിക്കാം. ഇഫ് ദ ഫീൽഡ് വെയർ നോട്ട് നോർമൽ ടു ദ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഇറ്റ് വുഡ് ഹാവ് നോൺ സീറോ കമ്പോണന്റ് എലോങ് ദ സർഫസ്. To move a unit test charge against the direction of the component of the field, work would have to be done. But this is in contradiction to the definition of an equipotential surface. ഇത് equipotential surface എന്നതിന്റെ ഡെഫിനിഷനെ കോൺട്രഡിക്ട് ചെയ്യുന്നു. എന്താണ് കാരണം? There is no potential difference between any two points on the surface. ഇക്വിപൊട്ടൻഷ്യൽ സർഫസിലെ ഏത് പോയിന്റ്, രണ്ട് പോയിന്റ് എടുത്താലും പൊട്ടൻഷ്യൽ സെയിം അല്ലേ? അപ്പൊ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്ര? 0 ആണ്. ഓക്കെ. Any 2 points on the surface and no work is required to move a test charge on the surface. ഈ ടെസ്റ്റ് ചാർജ് ഈ സർഫസിൽ ഒരു ടെസ്റ്റ് ചാർജിനെ മൂവ് ചെയ്യിക്കാൻ നിങ്ങൾ വർക്ക് ചെയ്യണ്ട. അതിനർത്ഥം എന്താണ്? The electric field must therefore be normal to the equipotential surface. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് എന്നത് ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൽ നോർമൽ ആയിരിക്കും. മനസ്സിലായ? അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് വ്യക്തമായിട്ട് അറിഞ്ഞിട്ട് നിങ്ങളുടെ നോട്ടിലേക്ക് എഴുതിക്കേ. ഇത് പിന്നെന്താണ്? ഇത്രയും എക്സ്പ്ലനേഷൻ നമുക്ക് വേണം. കാര്യം നമ്മുടെ ടെക്സ്റ്റിൽ പ്രത്യേകം പറഞ്ഞു, ഇതെല്ലാം ടെക്സ്റ്റിലെ അതേ വരികളാണ്, അതേ വാക്കുകളാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ടെക്സ്റ്റ് ആണ് നമ്മുടെ ബേസിസ്. ഓക്കെ, അതൊരു എന്താണ്, ഒരു മുത്താണ് നമ്മുടെ NCERT ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? അത് വായിക്കാനും ശ്രമിക്കുക. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം.